പാട്ട് എവിടെ വെച്ചിട്ടാണ് നിന്ന് പോയത്? ഈ ഡബിങ്ങിന്റെ കൂടെ പാട്ട് ഇല്ല, പാടാൻ ഹീറോയിൻ വോയിസ് ആയപ്പോൾ പാട്ട് പോയി. ഹീറോയിൻ വോയിസ് ആകുന്നവരെയും ചെന്നൈയിൽ ഗാനമേളയ്ക്കൊക്കെ പോയിരുന്നു. അതൊരു ജീവിത മാർഗം കൂടിയായിരുന്നു അന്ന്. നമുക്ക് ഗാനമേളയ്ക്കൊക്കെ പോകുമ്പോൾ കിട്ടുന്ന പേയ്മെൻറ്റും അപ്പോൾ കാരണം നമ്മൾ സിനിമയിൽ ക്രൗഡ് വോയിസും എപ്പോഴെങ്കിലും വരുന്ന ഒരു അനിയത്തി കഥാപാത്രം അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ഗാനമേളയ്ക്കൊക്കെ അങ്ങനെ പോയിരുന്നു. പക്ഷെ ഹീറോയിൻ വോയിസായി നല്ല തിരക്കായതിനു ശേഷം പിന്നെ ഞാൻ പാട്ട് പാടാൻ അങ്ങനെ പോയിട്ടില്ല. പാട്ട് തിരക്കായി പാട്ട് നിർത്തിയതോടുകൂടെ പിന്നെ പാടാനുള്ളൊരു കഴിവും അങ്ങനെ ഇല്ലാതെയായി. എനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കര പാട്ടുകാരി എന്നല്ല, കുറച്ച് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാമായിരുന്നു പാട്ടിൽ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അഭിനയത്തിൽ എനിക്കറിയില്ല, അന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു അഭിനയം. ഒന്ന് കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചത് ഒരു കാര്യം. ഈ പറഞ്ഞ മാതിരി സേഫായിരിക്കുക എന്നുള്ളിലിങ്ങനെ ആരോ നീ സൂക്ഷിക്കണം, നീ നിന്നെ സൂക്ഷിക്കണം എന്നിങ്ങനെ ആരോ പറയുന്ന മാതിരി. അതുകൊണ്ടാണ് അഭിനയിക്കാൻ അങ്ങനെ വലിയ താല്പര്യമില്ല. പിന്നെ അങ്ങനെ ഫേസിലൊന്നും വലിയ എക്സ്പ്രഷനൊന്നും എനിക്ക് വരില്ല ആ പ്രായത്തിൽ. അങ്ങനെ ഞാൻ അഭിനയിക്കാനൊന്നും അങ്ങനെ വലിയ വോയിസിൽ വരുന്ന ഒരു എക്സ്പ്രഷൻ എനിക്ക് ഫേസിൽ വരില്ലായിരുന്നു. അപ്പം എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഞാൻ എന്തോ ഒരു മിസ്ഫിറ്റാണ് ആക്ടിങ്ങിൽ. കുറേയധികം കാരണങ്ങൾ ഉണ്ടായിരുന്നു.